ഹായ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ചെയ്യുന്നത്. നല്ല സിമ്പിൾ ഫോർമേഷനാണ്, വളരെ സിമ്പിൾ ഫോർമേഷനിലാണ് ഞാൻ കളിക്കുക. അറൗണ്ട് ഒരു 1300 എൻ്റെ ആവറേജ് റേറ്റിംഗ്. അപ്പോൾ ഡിവിഷൻ 3യിലാണ്. അപ്പോൾ ഡിവിഷൻ 3യിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വീഡിയോ കണ്ടാൽ ഒരുവിധം എത്തും. പിന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, കോമ്പറ്റീഷൻസ് വളരെ കൂടുതലാണ് ഈ ഫുട്ബോളിൽ. അതുകൊണ്ട് നല്ലോണം ട്രൈ ചെയ്യുക, നല്ലോണം കളിക്കുക. ഡിവിഷൻ 2ലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്, 1ലേക്ക് കടന്നിട്ടില്ല. ഡിവിഷൻ 2ലേക്ക് കടന്ന് വീണ്ടും 3യിലേക്ക് തന്നെയായി. അപ്പോൾ ഡിവിഷൻ 2ലേക്ക് കിടക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ ഈ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യില്ല. അതായത് ഒരു ബ്ലൂ ആരോ മാർക്ക് വരുന്ന സംഭവം, അതെനിക്ക് എന്തോ താല്പര്യമില്ല. ലൈക്ക് ആ ഒരു ഒറിജിനൽ മാച്ചിൻ്റെ ഭംഗി പോകുന്നു. ഞാൻ ചിലപ്പോൾ ചെയ്യും, പക്ഷെ മാക്സിമം ഞാൻ ചെയ്യാതിരിക്കും ആ സംഭവം. കെ ലൈമറെ നിങ്ങൾ CMF ഇടാം. കെ ലൈമറിനെ നിങ്ങൾ CMF ഇട്ടാൽ ഒരുവിധം ഡാവ് ലൈക്ക് തടയുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, അസിസ്റ്റും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബ്രൂണോ ഫെർണാണ്ടസ് എൻ്റെ മെയിൻ AMF, അതായത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഞാൻ കുറേ കളി ജയിച്ചിട്ടുണ്ട് ആടെ വെച്ചിട്ട്. അപ്പോൾ പലർക്കും ആളെ താല്പര്യമില്ല, പക്ഷെ എനിക്ക് നല്ല ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ജോർദി ആൽബൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നല്ലോണം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ബോളിനെ ശരിക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം അത് അടിപൊളിയാണ്, സൂപ്പറാണ് അവൻ. ഞാൻ നൈസായിട്ട് സന്ദേശ് ജിങ്ങിനെ ഇട്ടത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സന്ദേശ് ജിങ്ങൻ വളരെ നല്ലോണം കളിക്കുന്നുണ്ട്, അത്യാവശ്യം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ത്രൂ പാസ്സാണ് രക്ഷയില്ലാത്തത്. സന്ദേശ് ജിങ്ങൻ്റെ ത്രൂ പാസ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ആള്. അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ത്രൂ പാസ് ആള് ഡാവ് ചെയ്യുന്നുണ്ട്. സന്ദേശ് ജിങ്ങൻ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു 1300 റേറ്റിംഗ് വരെ. അതിന് മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ടഫ് ഡിഫെൻഡേഴ്സിനെ വെക്കേണ്ടി വരും. ഞാൻ മാക്സിമം ഈ മാച്ചപ്പ് നോക്കിയിട്ടാണ് കളിക്കുക. സ്വാഭാവികമായിട്ട് മാച്ചപ്പ് ഒരുവിധം നമ്മളെ രക്ഷിക്കും. പിന്നെ ഓരോ പൊസിഷന് നമ്മൾ കളിക്കേണ്ട രീതിയുണ്ട്. അതായത് ഇപ്പോൾ സന്ദേശ് ജിങ്ങനെ എടുത്തു, ഓക്കെ, ബോൾ അൺഎക്സ്പെക്റ്റഡ്ലി വരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ത്രൂ നോക്കി ബോളിനെ മാക്സിമം മിഡ് ലൈനിലേക്ക് മാറ്റാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡാഷ് പ്രസ് ചെയ്യടക്കെ. അപ്പോൾ അത് ഓവർ സ്പീഡിയായി കവർ ചെയ്ത് അസിസ്റ്റ് ചെയ്യും. എൻ്റെ പല വീഡിയോസിലും കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ആ തുമ്പത്ത് വരുമ്പോൾ മാക്സിമം ഡാഷ് പ്രസ് ചെയ്യുക, എന്നിട്ട് നൈസായിട്ട് ക്രോസ് കൊടുക്കാം. അപ്പോൾ കളി ജയിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല ജയിക്കുന്നു. 1300 റേറ്റിംഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എൻ്റെ ബാക്കിയുള്ള ഷോർട്സ് വീഡിയോസ് നിങ്ങൾ കണ്ടോക്ക്. അതിൽ നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു 1300 വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ബാക്കി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മോർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാം. ഓക്കെ.